നമസ്കാരം. 2026 ജൂൺ അവസാനം തൊട്ട് 2026 നവംബർ ഏകദേശം അവസാനം വരെയുള്ള സമയങ്ങളിലും രാഹു കുംഭത്തിലെ അവിട്ടം നക്ഷത്രത്തിലൂടെയും പിന്നീട് രാഹു മകരം രാശിയിലെ അവിട്ടം നക്ഷത്രത്തിലൂടെയും ഗോചരം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം ഡിസംബർ തൊട്ടിട്ട് നമുക്ക് ഏപ്രിൽ അവസാനം വരെയുള്ള സമയം 2027 അത്രയും നാൾ അത് മകരത്തിലെ ഫലം ആയിരിക്കും തരുന്നത്. അതായത് ഈ വർഷം ജൂൺ അവസാനം തൊട്ടിട്ട് നവംബർ അവസാനം വരെയും കുംഭത്തിലെ അവിട്ടത്തിൻ്റെയും പിന്നീട് 2027 ഏപ്രിൽ അവസാനം വരെ മകരത്തിലെ അവിട്ടത്തിൻ്റെയും ഫലം തരും. അതായത് രണ്ട് രാശികളുടെ ഫലവും അവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. രാഹു എന്ന ഗ്രഹം അതിലൂടെ ഛായാഗ്രഹം അതിലൂടെ ഗോചരം ചെയ്യുമ്പോൾ. അപ്പോൾ കർക്കിടകം ലഗ്നം, കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ 5ഉം 10ഉം ഭാവാധിപൻ ആണ് ചൊവ്വ. ആ ചൊവ്വയുടെ നക്ഷത്രമാണ് ഈ കുംഭത്തിലെയും മകരത്തിലെയും അവിട്ടം നക്ഷത്രം. അപ്പം അവിടെയാണ് നിങ്ങളുടെ അഷ്ടമഭാവത്തിന്റെ അധിപനായിട്ടുള്ള രാഹു ഗോചരം ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം കുംഭത്തിന്റെ കോറൂളറാണെന്ന് പറയാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു വലിയ പ്രാരാബ്ധ കർമ്മം അവസാനിച്ചിട്ട് പുതിയ അവസരങ്ങൾ വരുന്നതായിട്ട് കാണാവുന്നതാണ്. ഒരുപാട് ആൾക്കാർക്ക് ഇത് വിദേശത്ത് ജോലിക്കായിട്ടുള്ള സാധ്യതയെ കാണിക്കുന്നു. അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ ഇപ്പോഴേ തുടങ്ങി കാണണം. പലരും അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടാകാം. പഠിക്കാനായാലും സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനായാലും വിദേശത്ത് ജോലി ചെയ്തുകൊണ്ട് പഠിക്കാൻ കുറേ കുട്ടികൾ അങ്ങനെ പ്ലാൻ ചെയ്യും. ഏതെങ്കിലും അതായത് ക്യാമ്പസ് സെലക്ഷനൊക്കെ കിട്ടുന്ന കുട്ടികളൊക്കെ ജോലിയും പഠനവും ഒരുമിച്ച് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതൊക്കെ വളരെ നല്ല ഒരു അനുഭവമായിരിക്കും. തീർച്ചയായിട്ടും ശനിയുടെ രാശിയാണ് രണ്ടും. പാപഗ്രഹത്തിന്റെ നക്ഷത്രവും പാപഗ്രഹവും തന്നെയാണ് ഗോചരം ചെയ്യുന്നത്. എന്നാലും ജീവിതത്തിലെ സംഘർഷങ്ങളിൽ നിന്ന് നമ്മൾ അനുഭവങ്ങൾ പഠിക്കുകയാണ്. നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ലഭിക്കുമ്പോൾ നമുക്ക് അത് തന്നെയാണ് നമ്മുടെ ഒരു വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് മാറുന്നത്. ഏത് സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് പ്രവർത്തിക്കാം, നമ്മൾ ദേഷ്യപ്പെടരുത്, നമ്മുടെ ഒരു ദേഷ്യം, അതുപോലെ പല വൈകാരികമായിട്ടുള്ള സാഹചര്യങ്ങളും എങ്ങനെ നേരിടണം, എങ്ങനെ പിടിച്ചു നിൽക്കണം, ഈഗോ കളയണം. നമുക്ക് ചില ലാഭം വേണമെങ്കിൽ നമ്മുടെ ഒരു ഇന്ദ്രിയ നിയന്ത്രണം ആവശ്യമാണ്. നമ്മുടെ ഷഡരിപുക്കളെ നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ നമുക്കൊരു ഇഷ്ടദൈവം ഉണ്ടായാൽ ലൈഫ് ഒരുപാട് ഈസിയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. അപ്പോൾ കർക്കിടകം രാശിക്കാരുടെ 7ാം ഭാവത്തിലേക്കാണ് നവംബർ അവസാനം തൊട്ട് പ്രവേശിക്കുന്നത്. അപ്പോൾ ആ സമയത്തായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് ആ ഒരു ഫലം ലഭിക്കുന്നത്. അതായത് നമുക്ക് എന്താ പറയുക, നമ്മുടെ പ്ലാനുകൾ ഒന്നാണ്, ഒരു ഭാഗത്ത് നമ്മുടെ ചില പ്രവൃത്തികൾ ഒരു ഭാഗത്താണ്, അതുപോലെ ചില ഓഫറുകൾ ഒരു ഭാഗത്താണ്, എല്ലാം ഉണ്ട്. പക്ഷെ ഒന്നും ആ ഒരു മെറ്റീരിയലൈസ് ചെയ്തിട്ടില്ല എന്നൊരവസ്ഥ. അതായത് ഒരാൾ വന്ന് നിങ്ങളോട് പറയുകയാണ്, ഇന്നിടത്ത് ഇന്ന് അവസരമുണ്ട് ഇന്ന രാജ്യത്ത്, അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. നിങ്ങളും അത് സങ്കല്പിച്ചു, എനിക്ക് ആ യോഗ്യതയുണ്ട്, അവിടെ പോകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്, അവിടെ എൻ്റെ ബന്ധുക്കളുണ്ട്, എല്ലാം നിങ്ങളും പ്ലാൻ ചെയ്തു. പക്ഷെ അത് കയ്യിൽ കിട്ടിയിട്ടില്ല. അങ്ങനെ അതായത് കാര്യങ്ങൾ നടക്കുന്ന സമയം എന്ന് പറയാം, നമുക്ക് അനുഭവ യോഗ്യമാകുന്ന സമയം എന്നത് നവംബർ അവസാനം തൊട്ടിട്ടാണ് അതിൻ്റെ ഒരു പ്രാരംഭം തന്നെ. അപ്പോൾ അതിനായിട്ട് നിങ്ങളിപ്പോൾ തയ്യാറെടുക്കേണ്ട സമയമാണ്. അപ്പോൾ ജോലിയുടെ കാര്യത്തിൽ ഒരുപാട് കർക്കിടകം ലഗ്നം, കർക്കിടകം രാശിക്കാർക്ക് നന്നായി അധ്വാനിക്കുന്നവർക്ക് ഒരു പദവി ലഭിക്കാൻ, ഒരു പൊസിഷൻ ലഭിക്കാൻ, വിദേശത്ത് ഒരു ഉത്തരവാദിത്വം കൂടുതലുള്ള ജോലിയായിരിക്കും, എന്നാലും ഒരു പദവിയോടുകൂടി ഒരു ജോലിയിൽ പ്രവേശിക്കാറൊക്കെയുള്ള സമയമാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു വൈകാരികമായിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടല്ലോ പല കാര്യങ്ങളോടും, എല്ലാം ഇമോഷണലായി കാണുക എന്നത് അതവിടെ മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അതായത് എനിക്കെല്ലാം വേണം, എനിക്ക് എൻ്റെ കൂടെ എൻ്റെ ഭർത്താവും കുട്ടികളും വേണം, എൻ്റെ കൂടെ ഒരു പുരുഷനാണെങ്കിൽ ഭാര്യയും മക്കളും വേണം, അച്ഛനും അമ്മയും എല്ലാവരും കൂടെ പോയിട്ടുള്ള ഒരു ജോലി വിദേശത്തേക്ക് എന്നൊരു സാധ്യത കുറച്ച് കുറവായിരിക്കും. അതായത് നിങ്ങൾക്കിവിടെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു സപ്പോർട്ട് കുറവായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ദൂരെ നിൽക്കേണ്ടി വരും കുടുംബവുമായിട്ട്. അപ്പം അതിൻ്റെ സാഹചര്യവുമുണ്ട്. അതാണ് പറയുന്നത്, നമ്മൾ കുറച്ചൊക്കെ ഇവിടെ ആ പാപഗ്രഹത്തിൻ്റെതായിട്ടുള്ള അത് കാണിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുകയും വേണം. മറ്റൊരു കാര്യം എന്നത് നമ്മുടെ ദശാകാലങ്ങൾക്കനുസരിച്ചാണ്. ഈ സമയത്ത് നിങ്ങളുടെ മുൻജന്മത്തിൽ നിന്ന് ഏത് കർമ്മഫലമാണ് നിങ്ങൾ അനുഭവിക്കാൻ ഇപ്പോൾ വിധിക്കപ്പെട്ടിട്ടുള്ളത്, അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇത് ഗോചരത്തിലെ ഫലമാണ്. ഇത് രണ്ടും കമ്പയർ ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതാണ് നിങ്ങളുടെ ആ സമയത്തെ ഫലം. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ദശാകാലം ഈ ഗോചരവുമായിട്ട് കമ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ തീരുമാനിക്കാനായിട്ട്. പക്ഷെ സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് വിദേശത്ത് ജോലിക്കായിട്ട്, വിവാഹത്തിനായിട്ട്. ഒരുപാട് കാലം കല്യാണം നടക്കാതിരുന്ന ഒരു വ്യക്തിയാണ്, കല്യാണം ഇപ്പോൾ നടക്കുമെന്ന് വിചാരിക്കും. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു അവസരം വരുന്നതാണ്, ആലോചനകൾ വരുന്നതാണ്. അവിടെയും കുറേ കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം രാഹു ആണ് അവിടെ വരുന്നത്. അപ്പോൾ അത്ര എളുപ്പമൊന്നുമല്ല. മനസ്സിനങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു ബന്ധം കിട്ടാൻ പ്രയാസമായിരിക്കും. പിന്നെ ഒരു മായ ആയിരിക്കാം. എന്ന് വെച്ചാൽ നമുക്ക് മുന്നിൽ കാണുന്ന ആള്, സ്വഭാവം, പെരുമാറ്റം ആയിരിക്കില്ല യഥാർത്ഥത്തിൽ അവർ.
കാരണം രാഹു ഒരു ഛായാഗ്രഹമാണ്, പാപഗ്രഹത്തിൻ്റെ നക്ഷത്രമാണ്, അവിട്ടത്തിലൂടെയാണ്. പക്ഷേ ഇത് നല്ല ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന്, പ്രത്യേകിച്ച് നവംബർ അവസാനം തൊട്ട് ആണ് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പങ്കാളി വരാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ വലിയൊരു ഇത് എന്താ പറയുക, വരുമാനം അല്ലെങ്കിൽ ഒരു സേവിങ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിലും പിന്നീട് ഉയരാനുള്ള സാധ്യത ഉള്ള ഒരു ആലോചനയായിരിക്കും വരുന്നത്. അത് ആ യോഗം സൃഷ്ടിക്കുന്നത് കൊണ്ടാണ്. അവിട്ടം എപ്പോഴും ധനം തരുന്ന ഒരു നക്ഷത്രമാണ്. അതുകൊണ്ട് ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളും മറ്റുള്ള ആൾക്കാരുമായിട്ട് കൊലാബറേറ്റ് ചെയ്തിട്ടാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ എൻ്റെ കരിയറിൽ മുന്നോട്ട് പോകണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ടൈം കൂടിയായിരിക്കും. പലരും ബിസിനസ് എക്സ്പാൻഷനെ കുറിച്ച് ചിന്തിക്കും. എന്താ പറയുക, നമ്മുടെ കൾച്ചറിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരുമായിട്ട് കൂടാതെ വ്യത്യസ്ത ഫീൽഡുകളിലേക്കൊക്കെ എന്താ പറയുക ചെന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും കലാപരമായിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ചിട്ട് അതൊരു പ്രൊഫഷനാക്കാൻ, ഹോബിയെ തന്നെ ഒരു പ്രൊഫഷനാക്കാൻ, പാഷനെ തന്നെ ഒരു പ്രൊഫഷനാക്കാനുള്ള ഒരു ശ്രമവും ഒക്കെ ഇവിടെ സാധ്യതയുണ്ട്. അതായത് ശരിക്കും ഇവിടെ മറ്റുള്ളവരുമായി കൂടിച്ചേർന്ന് എന്തെങ്കിലും ബിസിനസ് ചെയ്യാനുള്ള ഒരു സാധ്യതയൊക്കെ കാണിക്കുന്നു. വളരെ വളരെ ശ്രദ്ധിക്കുകയും വേണം. കാരണം രാഹു എന്നത് ഒരു ഛായാഗ്രഹമാണ്, ഒരു മായാവി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എടുത്തുചാടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പറ്റിക്കപ്പെട്ടു പോകാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എന്തിനും നിങ്ങളുടെ കുടുംബ ജ്യോത്സ്യരെ കണ്ടിട്ട് അഭിപ്രായം ചോദിക്കുക. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾ എങ്ങനെയിരിക്കുന്നു, ഈ ദശാനാഥനിൽ നിന്ന് ഈ ഗ്രഹങ്ങൾ എവിടെയിരിക്കുന്നു, എന്ത് അന്തർദശയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതായത് നമ്മളിപ്പോൾ എന്ത് കർമ്മഫലം അനുഭവിക്കാനാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത്, നമുക്കിപ്പോൾ ഒരു കരിയർ ചേഞ്ചിനുള്ള അവസരമുണ്ടോ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്നുള്ള ഇൻകം വരാൻ സാധ്യതയുണ്ടോ, എന്താണ് നമ്മുടെ അവസ്ഥ, അത് നന്നായി നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ കുടുംബ ജ്യോത്സ്യരുമായിട്ട്. മറ്റൊരു കാര്യം എന്നത് ഇവിടെ 5ാം ഭാവാധിപൻ ചൊവ്വയാണ്. അതുപോലെ കേതു കൂടി റൂളർഷിപ്പ് ഉണ്ട് വൃശ്ചികത്തിൻ്റെത്. 10ാം ഭാവാധിപനും ചൊവ്വയാണ്. അപ്പോൾ ആ ചൊവ്വയുടെ നക്ഷത്രത്തിലൂടെയാണ് അഷ്ടമത്തിൻ്റെ അധിപനായിട്ടുള്ള രാഹു ഗോചരം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രണയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മൊത്തത്തിൽ റൊമാൻസ് എന്ന കാര്യം പറയാം. ജീവിത പങ്കാളിയുമായിട്ടുള്ള ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആണെങ്കിലും വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത ആൾക്കാരുടെ ഒരു പ്രണയമാണെങ്കിലും അവിടെയൊക്കെ കുറച്ച് വെല്ലുവിളികൾ തരും. നിങ്ങളുടെ ഓവർ എക്സ്പെക്റ്റേഷൻ ആയിരിക്കാം, നിങ്ങൾ അമിതമായി പ്രതീക്ഷിക്കുന്നു. അതുപോലെ ആ പങ്കാളിയുടെ ഭാഗത്തുനിന്നും അവരുടെ ഭാഗത്തുനിന്നും ചില കാര്യങ്ങൾ അവർ ഡിമാൻഡ് ചെയ്യുന്നു. ചിലപ്പോൾ ഈ ബന്ധത്തിൽ ഒരു ഈഗോ വന്നിട്ട് അതൊരു വെല്ലുവിളിയായിട്ട് തീരാൻ സാധ്യതയുണ്ട്. അതായത് പിടിവാശി വരിക, അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കുക, ഞാൻ വിചാരിക്കുന്നു ഞാൻ പറയുന്നത് തന്നെ ശരിയെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ. ഇത് അവരുടെ ഭാഗത്തു നിന്ന് കൂടുതൽ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഓപ്പോസിറ്റ് ഉള്ള ആളുടെ പങ്കാളി പ്രണയിനി അവരുടെ ഭാഗത്തുനിന്ന് പിടിവാശി അത് നിങ്ങളെ വിഷമിപ്പിച്ചേക്കാം. നിങ്ങളുടെ ഭാഗത്തുനിന്ന് സാധ്യതയുണ്ട്, എന്നാലും നിങ്ങൾ കുറച്ചുകൂടി നിയന്ത്രിക്കേണ്ടതാണ്. ഇവിടെ ചൊവ്വയുടെ നക്ഷത്രം ആകുമ്പോൾ അത് 7ാം ഭാവത്തിൽ നടക്കുന്നതുകൊണ്ട് അത് അവരുടെ ഭാഗത്താണ് കൂടുതലായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ അവരുടെ വീട്ടുകാരുടെ ഭാഗത്തും ജീവിത പങ്കാളിയുടെ വീട്ടുകാരുടെ പ്രതീക്ഷയും കൂടും നിങ്ങളുടെ ഭാഗത്തുനിന്ന്. അതായത് നിങ്ങളെ പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് പല കാര്യങ്ങളിലും ഈ റൊമാൻസ് എന്ന കാര്യം വരുമ്പോൾ, അതായത് ബന്ധത്തിലെ ഒരു സ്നേഹവും ഊഷ്മളതയും എന്ന ശബ്ദം കൂടി ഉപയോഗിക്കാം നമുക്കവിടെ. അപ്പോൾ അതിൽ ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരും. ചിലപ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങളോട് മുഖത്ത് നോക്കി ചോദിക്കും. അതായത് ഇതൊരു പ്രണയത്തിൻ്റെ കാര്യം ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ, ഇതൊരു പ്രണയത്തെ വിവാഹമാക്കി മാറ്റണം, അതായത് ഇന്ന ആളെ തന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ പ്രസ്താവന വയ്ക്കുമ്പോൾ അവരുടെ വീട്ടുകാരുടെ ഭാഗത്തുനിന്നും ചോദ്യങ്ങൾ ഉണ്ടാകും. കാരണം അഷ്ടമഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ് രാഹു. അപ്പോൾ ചോദ്യങ്ങൾ ഇങ്ങനെയായിരിക്കാം. സ്നേഹവും സ്നേഹപ്രകടനങ്ങളും സമ്മാനങ്ങളും വില കൂടിയ സമ്മാനങ്ങളാകട്ടെ, എന്തു ആയിക്കോട്ടെ, ഒക്കെ ശരി തന്നെ. എന്താണ് ആ ഒരു എന്താ പറയുക യാഥാർത്ഥ്യം? നിങ്ങൾ എൻ്റെ മകന്, എൻ്റെ മകൾക്ക്, ആരും ആയിക്കോട്ടെ, കൊടുക്കാൻ പോകുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു യാഥാർത്ഥ്യം എന്താണ്? സ്നേഹം എന്നൊരു കാര്യത്തിന് അവർ ചോദിക്കുന്നതിൻ്റെ അർത്ഥം തന്നെ മെറ്റീരിയൽ തിങ്സ് ആണ്. അതായത് ആൺകുട്ടിയോടാണെങ്കിൽ ജോലിയിലെ സ്ഥിരത, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം സാമ്പത്തികം എന്ന രീതിയിലും. അതായത് മകരം എന്നത് ആ ഒരു ശനിയുടെ രാശിയാണ്. അവിടെ വളരെയധികം പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. അതായത് എന്താ പറയുക, അത് 7ാം ഭാവമായിട്ട് വരുമ്പോൾ അവിടെ അഷ്ടമഭാവാധിപൻ ഗോചരം ചെയ്യുമ്പോൾ എന്ത് മെറ്റീരിയലൈസ് ചെയ്തു എന്നത്, ഇത്രയും കാലം നിങ്ങൾ എന്താ പറയുക 6 വർഷം 5 വർഷം പ്രണയിച്ചു, ഇതൊക്കെയാണ്. അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലെ കാര്യമാണെങ്കിലും പങ്കാളിയുടെ വീട്ടുകാർ ഇത്രയും കാലം നിങ്ങൾ മാരീഡ് ആയിട്ട് നിന്നു, പക്ഷെ ഇതുവരെ എന്ത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എൻ്റെ മകന്, എൻ്റെ മകൾക്ക് നിങ്ങളോട് ഒപ്പം കഴിഞ്ഞത് കൊണ്ട് ഉണ്ടായി എന്നൊരു ചോദ്യം ഒരു പക്ഷേ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നേക്കാം. അതിൻ്റെ ഒരു കാരണം എന്നത് ഒരു പക്ഷേ എന്താ പറയുക ഒരുപാട് കടമെടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ,
നിങ്ങൾക്ക് ഒന്നിലും ഒരു ലക്ഷ്യമില്ല, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ആകെ കൂടി അങ്കലാപ്പിലാണ്, പലരെയും ആശ്രയിച്ചിട്ടാണ് ജീവിക്കേണ്ടി വരുന്നത്. ഇങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് വിവാഹ ജീവിതത്തിൽ ഈ ചോദ്യം നേരിടേണ്ടി വരുന്നത്. അതായത് നിങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചു, പക്ഷേ എൻ്റെ മകന്, എൻ്റെ മകൾക്ക് എന്നതാണ് അവസ്ഥ. അതിന് ചില ചോദ്യങ്ങൾ വന്നേക്കാം. അപ്പോൾ രാഹു ഈ ചൊവ്വയുടെ നക്ഷത്രത്തിൽ വരുമ്പോൾ നല്ല ക്രോധം തരും. വൃശ്ചികത്തിന്റെ അധിപൻ കൂടിയാണ് ചൊവ്വ, മേടത്തിന്റെ അധിപൻ കൂടിയാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ദേഷ്യം വരും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുകയും വേണം. അപ്പം ഇത് ഈ ഒരു ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് തന്നെയാണ് പ്രണയത്തിലും. നിനക്ക് അവനെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ നിനക്ക് അവളെ കല്യാണം കഴിക്കണം, അതിനുശേഷം എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് നിങ്ങൾ വ്യക്തമായ ഉത്തരം കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരും. അതായത് വീട്ടുകാർക്ക് ആ ഒരു പ്രത്യേകിച്ച് ഇത് അവരുടെ വീട്ടുകാർക്കാണ്, പങ്കാളിയുടെ വീട്ടുകാർക്കാണ് എന്തുണ്ട് എന്നുള്ളൊരു ഇത് വരും. അതായത് നമ്മൾ പറയുന്ന സ്നേഹം, വിശ്വാസം എന്ന കാര്യങ്ങൾക്കൊക്കെ അപ്പുറം അവർ മെറ്റീരിയലൈസ് ആയിട്ട് എന്തുണ്ട് എന്നുള്ളത് ചോദിക്കും. അതുകൊണ്ട് എടുത്തു ചാടി ഈ ഒരു സമയത്ത് പ്രണയത്തിലേക്ക് കടക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ ഈ പ്രണയബന്ധത്തെ വിവാഹത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴും വ്യക്തമായി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടും സംസാരിച്ചിട്ടും ഒക്കെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇത് പിന്നീട് പ്രശ്നമായിട്ട് വന്നേക്കാം. കാരണം ഇതിൽ നിങ്ങളുടെ ജീവിത പങ്കാളി അല്ലെങ്കിൽ ആ ലവ് പാർട്ട്ണർ അവരും അതേ ആറ്റിറ്റ്യൂഡിലായിരിക്കും. ആ മെറ്റീരിയലൈസ് എന്ത് ചെയ്തു എന്നൊരു കാര്യത്തെ പറ്റി അവരും ചിന്തിക്കുന്നതാണ്. അത് മറ്റൊരു തരത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണവും ചെയ്യും. നിങ്ങളുടെ അധ്വാനത്തിന് അല്ലെങ്കിൽ സ്ഥിരതയുള്ള ഒരു ജോലി എനിക്ക് വേണം എന്നതിന് അതിനൊക്കെ ശക്തി വർദ്ധിപ്പിക്കുകയുള്ളൂ, ആ ആഗ്രഹങ്ങൾക്കും ആ പ്രയത്നത്തിനും ഒക്കെ. അതായത് ഒന്നുകൂടി എനിക്ക് അധ്വാനിക്കണം, ഒന്നുകൂടി എനിക്ക് എൻ്റെ സ്വഭാവത്തെ നിയന്ത്രിക്കണം, ഞാനിങ്ങനെ ഇമോഷണൽ ആയിട്ട് ഇരുന്നാൽ പോരാ, എനിക്ക് പ്രാക്ടിക്കൽ റിയാലിറ്റി മനസ്സിലാക്കണം. ഇത് അഷ്ടമഭാവത്തിന്റെ അധിപനായിട്ട് രാഹു അവിട്ടത്തിൽ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പല ശബ്ദങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് വന്നു എന്ന് വരാം. അതായത് പുറമേ നീ എന്താ പറയുക, പങ്കാളിയെ പറ്റി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു, നല്ല അഭിപ്രായം പറയുന്നു, സ്റ്റാറ്റസ് ഇടുന്നു, അത് നിങ്ങളുടെ സന്തോഷം പുറമേ പ്രകടിപ്പിക്കുന്നതും സ്നേഹം പുറമേ പ്രകടിപ്പിക്കുന്നതും ഒക്കെ കൊള്ളാം. പക്ഷേ എന്തു കൊടുത്തു എന്നത്, എത്രമാത്രം ഫിനാൻഷ്യലി നിന്റെ കൂടെ വന്നപ്പോൾ അവൾ അല്ലെങ്കിൽ അവൻ സ്റ്റേബിളായിട്ടിരിക്കുന്നു, ഇത് രണ്ട് ഭാഗത്തുനിന്നും പ്രതീക്ഷിക്കാം. അപ്പോൾ അത് കുറച്ച് വെല്ലുവിളി തരും. ഇത് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും കുറച്ച് വെല്ലുവിളി തരുന്നതാണ്. കൂടുതലായിട്ടും ഇങ്ങനത്തെ ചോദ്യങ്ങൾ ആൺകുട്ടികൾ ആണ് ഫേസ് ചെയ്യാറ്. എങ്കിലും ഈ ഗോചര സമയത്ത് പെൺകുട്ടികൾക്കും ഇത് ഫേസ് ചെയ്യാൻ കഴിയുന്നതാണ്. എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു നിങ്ങൾ എന്നത്. അപ്പോൾ പൊതുവേ മടിയുള്ള ആൾക്കാരാണെങ്കിൽ ഫിസിക്കലിയും ഒരുപക്ഷെ വീട്ടിൽ ഒന്നും അധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവില്ല. അതുപോലെ ജോലിക്ക് ഇഫേർട്ടുള്ള ജോലിയൊക്കെ ചെയ്യാൻ മടിയുള്ളവരായിരിക്കും. യാത്ര ചെയ്ത് നിങ്ങൾ ദൂരെ പോയിട്ട് ജോലി ചെയ്യാൻ മടിയുള്ളവരായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് നല്ലതാണെങ്കിലും അതിലൊരുപാട് സമ്മർദ്ദങ്ങളും സ്ട്രെസ്സും ഉണ്ട്. എനിക്ക് അത് വേണ്ട, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും കുഞ്ഞു ജോലികൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒരു ഭാഗത്ത്, പക്ഷെ നിങ്ങൾ വളരെ റിലാക്സിങ് ആയിട്ടുള്ള ഒരു ജോലി, വീടിനടുത്ത് പോയി ചെറിയ കുഞ്ഞു കുഞ്ഞു ജോലികൾ ചെയ്തിട്ട്, അതായത് ഫിനാൻസ് മെച്ചപ്പെടുത്താനല്ല, ടൈം പാസിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന നിങ്ങളാണെങ്കിലും ഈ ചോദ്യം ജീവിത പങ്കാളിയുടെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും വരുന്നതാണ്. എന്തുകൊണ്ട് നിന്റെ ഇന്ന ക്വാളിഫിക്കേഷൻ നീ ഉപയോഗിച്ചിട്ട് കുറച്ച് സമ്മർദ്ദങ്ങൾ എടുത്തില്ല? ഈ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഈ ചോദ്യങ്ങൾക്ക് പിന്നിൽ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ഉണ്ട്, അത് മനസ്സിലാക്കുക. ഈ മോട്ടിവേഷൻ പലപ്പോഴും ഇങ്ങനെ പോസിറ്റീവായിട്ട് ഇങ്ങനെ നല്ല നല്ല വാക്കുകളിലൂടെ വരണം എന്നല്ല. ശനിയുടെ രാശിയാണ് ഇത് രണ്ടും, മകരവും കുംഭവും. അവിടെ ചൊവ്വയുടെ നക്ഷത്രമാണ്. അവിടെ ഒരു ഇൻസൾട്ടിന്റെ ചൊവ്വയുണ്ടാകും. അതങ്ങനെയാണ് വരുന്നത്. ആ ഇൻസൾട്ട് എന്നത് നമുക്കൊരു പ്രചോദനമായിരിക്കണം കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാൻ. പക്ഷെ മനസ്സിലിങ്ങനെ പകയും ദേഷ്യം കൊണ്ടു നടന്നാൽ അവനവന് തന്നെ അസുഖങ്ങൾ വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ മറ്റുള്ളവരോട് ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നതുകൊണ്ട് ഗ്രഡ്ജസ് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് മോശം. ഓപ്പോസിറ്റുള്ള ആളത് അറിയുന്ന പോലുമില്ല, അവർ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കും, നിങ്ങൾക്കാണ് മോശമായിട്ട് വരുന്നത്. അതുകൊണ്ട് പോസിറ്റീവായിട്ട് എടുക്കുക. പിന്നീട് നിങ്ങൾക്കത് അവകാശപ്പെടാം, ഞാൻ സമ്മർദ്ദങ്ങളിലൂടെ ഇൻസൾട്ടിലൂടെ കടന്നു വന്നതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ പോസ്റ്റിലിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാം. അപ്പോൾ ഓരോ ആൾക്കാരും ഇത്തരം ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് എടുത്തിട്ട് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണായി എടുത്തിട്ട് മുന്നോട്ട് തന്നെ പോവുക. അതുകൊണ്ട് പലപ്പോഴും ഈ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരിതാണ്. മറ്റൊന്ന്, നിങ്ങൾ ഒരുപാട് അധ്വാനം ചെയ്തിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എന്താ പറയുക, സമൂഹത്തിൽ അറിയപ്പെടാൻ, അതായത് നിങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ നിങ്ങൾക്ക് തിളങ്ങാൻ, അറിയപ്പെടാൻ, പേര് കിട്ടാൻ, കൂടാതെ മറ്റു സ്ഥലങ്ങളിലേക്ക് എന്ന് വെച്ചാൽ അതായത് ഒരു വ്യക്തി ഒരു മലയാളിയാണ്, ആ മലയാളിയുടെ ഗ്രൂപ്പിൽ മാത്രം അറിയപ്പെടുന്ന ആളാണെങ്കിൽ അതിലപ്പുറത്തേക്കും കൾച്ചറൽ ഡിഫറൻസസ് ഇല്ലാതെ ഒരു അറിയപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ അംഗീകരിക്കപ്പെടുന്ന ഒരു സമയവുമാണ്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിരുന്ന വ്യക്തികളാണെങ്കിൽ ജോലിയിലും പ്രൊമോഷൻ, ഉയർച്ച, പദവി ഒക്കെ കിട്ടും. പക്ഷെ പലപ്പോഴും ട്രാൻസ്ഫർ ഒക്കെ വരാനുള്ള സാധ്യതയുമുണ്ട്, ഒരു മാറ്റം വരാനുള്ള സാധ്യതയുമുണ്ട്.
കൂടാതെ നിങ്ങൾക്ക് ഒരു ഇതുവരെയുള്ള ജോലിയിൽ ആ ഫീൽഡ് മാറണമെങ്കിൽ, ഒരു റോള് മാറണമെങ്കിൽ അതിനുള്ള സമയവും നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇപ്പം എല്ലാം ഇവിടെ കംഫർട്ട് സോൺ വിട്ടിട്ടാണ് എല്ലാ എന്താ പറയുക ഉയർച്ചയും ഉള്ളത് നിങ്ങൾക്ക്. നിങ്ങളുടെ സംസാരം നന്നായിട്ട് ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. എന്താണ് പറയുന്നത്, ആരോടാണ് സംസാരിക്കുന്നത്. അതുപോലെ സത്യം പറയുക. നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോയാലും ജോലിക്കാണെങ്കിലും ഒക്കെ എന്താണ് യാഥാർത്ഥ്യം അത് തന്നെ തുറന്നു പറയുക. എപ്പോഴാണ് ആ സത്യത്തെ മറച്ചു വയ്ക്കുന്നത് അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, മറ്റൊരു തരത്തിൽ അവതരിപ്പിക്കുന്നത്, അത് നിങ്ങൾക്ക് പിന്നീട് വിനയായി തീരും. അതുകൊണ്ട് എന്താണ് അത് പറയുക. സപ്പോസ് നിങ്ങൾക്കൊരു ഗ്യാപ്പ് വന്നു ജോലിയിൽ, പക്ഷെ അത് നിങ്ങൾ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയുന്നു, അപ്പോഴും ശ്രദ്ധിക്കുക. ഇന്നതാണ് എൻ്റെ ഗ്യാപ്പ്, ഞാൻ ചെയ്തില്ല, അതിന് എന്താണ് കാരണം എന്നുള്ളത് സത്യം ആയിട്ട് പറയുക. അപ്പോൾ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ആത്മാർത്ഥത വേണ്ടുന്ന, പ്രത്യേകിച്ച് അത് എപ്പോഴും വേണം. പക്ഷേ ഈ സമയത്ത് നിങ്ങൾ അങ്ങനെ കളവ് പറഞ്ഞാൽ ശരിക്കും പെട്ടുപോകുന്ന ഒരു സമയം കൂടിയാണ്. വിവാഹ ജീവിതത്തിൽ ഒരു ആത്മാർത്ഥത നിങ്ങൾ ഈ ഒരു സമയത്ത് കുറച്ചുകൂടി കാണിക്കണം. ഫ്രസ്ട്രേഷൻ ഉണ്ടാകും വിവാഹ ജീവിതത്തിൽ, അത്ര നല്ലൊരു സമയമല്ല വിവാഹ ജീവിതത്തിൽ. അങ്ങനെ ഒരു സമാധാനമുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവില്ല. അതുപോലെ പുതിയതായിട്ട് കല്യാണം കഴിക്കുന്ന ആൾക്കാർക്കും അത്ര നല്ലൊരു ഇതായിരിക്കില്ല, എന്താ പറയുക, ജീവിതാനുഭവമായിരിക്കില്ല. നിങ്ങൾ കുറച്ച് വിഷമം ഉണ്ടാകും. അപ്പോഴും സംയമനം പാലിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ ഒരു സമയത്ത് ധാരാളം തീർത്ഥയാത്രകൾ നടത്തുക, അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. യാത്രകൾ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനുള്ള ഒരു ഉപായവും അത് തന്നെയാണ്, പരിഹാരവും അത് തന്നെയാണ്. ഡെയിലി അമ്പലത്തിൽ പോവുക, ഒന്ന് കഴിയുന്ന എല്ലാ ദിവസങ്ങളും, അതായത് സ്ത്രീകൾ പോയിക്കൂടാത്ത ദിവസങ്ങളിൽ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ദിവസങ്ങളിലും അമ്പലത്തിൽ പോവുക. അതുപോലെ പ്രദക്ഷിണം നടത്തുക. അമ്പലത്തിൽ കുറച്ച് സമയം ഇരുന്നിട്ട് അവിടുത്തെ ഒരു എനർജി നമ്മൾ അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് കുറച്ച് ശാന്തി, അതിനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ഭാഗത്തൊന്നും സമാധാനത്തോടു കൂടി ഇരിക്കാൻ ശ്രമിക്കുക. ശാന്തിയോടുകൂടി വീട്ടിലാണെങ്കിലും ഇരിക്കുക. ചന്ദ്രശേഖരാഷ്ടകം ഉറങ്ങുന്നതിന് മുന്നേ കേൾക്കുക. മനസ്സമാധാനത്തിനായിട്ട് ശരിക്കും ഭഗവാൻ ശിവനെ ആരാധിക്കുക. ഭഗവാൻ ശിവന് ജലധാര, ക്ഷീരധാര ഒക്കെ ചെയ്യുന്നത് ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ മനസ്സമാധാനത്തിന്റെ കാര്യത്തിൽ കുറച്ച് വെല്ലുവിളി തരും, സമ്മർദ്ദങ്ങൾ തരും, മൊത്തത്തിൽ സമ്മർദ്ദങ്ങൾ തരും. ജീവിത പങ്കാളിയുടെ വീട്ടുകാരോട് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും, അത് ചെയ്ത് തീർക്കേണ്ടതുമാണ്. അത് ഒരുപാട് വരും, നിങ്ങൾക്ക് മുന്നേയും ഉണ്ടായിരുന്നു, ഇനിയും വരും. അതുകൊണ്ട് അത് ചെയ്ത് തീർക്കുക. അവിടെ പ്രവൃത്തി തന്നെ വേണം. ഇതൊക്കെ ശനിയുടെ രാശിയായത് കൊണ്ട് പ്രവൃത്തിയിലൂടെ തന്നെ നിങ്ങൾക്ക് വേണ്ടി വരും. അപ്പോൾ ഇത് എല്ലാവർക്കും വിധിച്ചിട്ടുണ്ടാവില്ല. ചില ആൾക്കാർക്കായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ കിട്ടുന്നത്. എല്ലാവർക്കും ജീവിത പങ്കാളിയുടെ വീട്ടുകാരുടെ ഇത് എന്താ പറയുക പ്രാരാബ്ധ കർമ്മം കിട്ടാറില്ല. നിങ്ങളത് ഒബ്സർവ് ചെയ്താലും മനസ്സിലാവും. ചില ആൾക്കാർക്ക് അത് അസൈൻ ചെയ്ത് കിട്ടുന്നത് പോലെയാണ്, ചില ആൾക്കാർക്ക് ലൈഫ് ലോങ് കിട്ടുന്നുണ്ട്. കാരണം അത്രയും ഋണാനുബന്ധം അവർക്കുണ്ട്. ചില ആൾക്കാർ എപ്പോഴും അകലത്തിൽ തന്നെയായിരിക്കും, അവർക്ക് ആ ഋണാനുബന്ധം ഇല്ല. അത് സ്വന്തം പാരൻസിനോടായാലും ചിലപ്പോൾ സ്വന്തം മക്കളോടായാൽ പോലും അകന്ന് നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥ തന്നെയായിരിക്കും. എപ്പോഴാണ് നമുക്ക് കൂടുതൽ കടപ്പാടുള്ളത്, ഋണാനുബന്ധമുള്ളത്, അവിടെ നമുക്ക് എപ്പോഴും ആ കർമ്മ എക്സ്ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ചില ബന്ധങ്ങളുണ്ടല്ലോ ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണാം. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഈ സമയത്ത് ആ ഒരു ഇത്രയും കാലം നിങ്ങൾ ഭർത്താവിൻ്റെ വീട്ടുകാരെ അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാരെ ശുശ്രൂഷിച്ചിരുന്നു, പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് ആ ഒരു അവസ്ഥ മാറുന്നതായിട്ട് കാണാം. അതിന് കാരണം എന്തുമാകാം, നിങ്ങളുടെ ജാതകം ദശാകാലം അതിനനുസരിച്ചായിരിക്കും, പക്ഷെ ആ ഗ്യാപ്പ് വരും. അതേപോലെ ചില വിവാഹ ബന്ധങ്ങളിലും ഇതൊരു അവസാനമായിരിക്കും, ഒരു ഡിവോഴ്സ് അല്ലെങ്കിൽ ഒരു അകൽച്ച. അതായത് ഞാൻ കുറച്ചു കാലം, അതായത് ട്രാൻസ്ഫർ വാങ്ങി എനിക്ക് വേറൊരു സ്ഥലത്ത് ജോലിക്ക് പോകണം, കാരണം ഇതായിരിക്കും ഒരു കാരണം, കുറച്ചു കാലം ഈ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കണം. ആ ഒരു ഇത് വെച്ചിട്ട് അതിലൊരു സാധ്യതയുണ്ട്. അതായത് ആ ഗ്യാപ്പ് വരാൻ ഉള്ളൊരു സാധ്യതയെ കൂടി കാണിക്കുന്നു. ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മാനസികാരോഗ്യമാണ് പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ. അതുപോലെ ക്ഷേത്ര സന്ദർശനങ്ങൾ ചെയ്യുക. ഒരുപാട് ഗുണമാണ് ക്ഷേത്ര സന്ദർശനങ്ങൾ ചെയ്യുമ്പോൾ. മറ്റ് നിങ്ങളുടെ ഡെയിലി അനുഷ്ഠാനങ്ങളും മുടങ്ങാതെ ചെയ്യുക. അപ്പോൾ ഇതാണ് കർക്കിടകം ലഗ്നം, കർക്കിടകം രാശിക്കാരോട് പറഞ്ഞു തരാനുള്ളത്. വീഡിയോ ഇതുവരെ കണ്ടതിന് കേട്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ. ചിങ്ങം ലഗ്നം, ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹു 7ാം ഭാവത്തിലെ അവിട്ടം നക്ഷത്രത്തിൽ നവംബർ അവസാനം വരെ ഇരുന്നിട്ട് പിന്നീട് നിങ്ങളുടെ 6ാം ഭാവത്തിലെ അവിട്ടം നക്ഷത്രത്തിലേക്ക്, അതായത് കുംഭത്തിൽ നിന്ന് മകരത്തിലേക്ക് വരുന്നതായിരിക്കും. 2027 ഏപ്രിൽ അവസാനം വരെ മകരത്തിലെ അവിട്ടത്തിലായിരിക്കും രാഹുവിൻ്റെ ഗോചരം. 2026 നവംബർ അവസാനം തൊട്ടിട്ട്, പക്ഷെ അതുവരെയും കുംഭത്തിലെ അവിട്ടത്തിലെ ഫലമായിരിക്കും തരുന്നത്. അപ്പോൾ ചിങ്ങം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ 4ാം ഭാവാധിപനും അതുപോലെ 9ാം ഭാവാധിപനും ആയിട്ടുള്ള ചൊവ്വയുടെ നക്ഷത്രത്തിലൂടെയാണ് രാഹു നിങ്ങളുടെ 7ാം ഭാവത്തിന്റെ കോ റൂളർ കൂടിയായിട്ട് 7-6 ഭാവങ്ങളിലൂടെ ഗോചരം ചെയ്യുന്നത്. അപ്പോൾ കുംഭത്തിലെ ഗോചരം എന്നത് നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കാനായിട്ട്, വിദേശത്ത് ജോലിക്കായിട്ട്, ശരിക്കും പല തരത്തിലും നിങ്ങൾ ഇതുവരെ ചെയ്ത ഹാർഡ് വർക്കിന്റെ ഒരു റിസൾട്ട് തരാനായിട്ട്, ശരിക്കും കർമ്മഫലം എന്ന് പറയുന്നതായിരിക്കും ശരി. എന്താണ് ചെയ്തത് അത് ലഭിക്കുന്ന സമയമാണ്.
പൊതുവെ ഇത് വിദേശത്ത് ജോലിക്ക് പോകാനുള്ള ഒരു സാധ്യത വളരെ ആ പ്രോമിനൻ്റ് ആയിട്ടുള്ള ടൈമിനെ കാണിക്കുന്നു. പലരും ഇപ്പോൾ ഉള്ള ജോലി ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ഫീൽഡ് മാറിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനെ പറ്റി ചിന്തിക്കുന്ന ഒരു സമയമായിരിക്കും. പൊതുവെ അത് അനുകൂലവുമാണ് ഈ ഒരു സമയത്ത്. 7ാം ഭാവത്തിൽ ഉള്ള സമയം, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജൂൺ അവസാനം തൊട്ടിട്ട് എന്താ പറയുക നവംബർ അവസാനം വരെയുള്ള സമയങ്ങൾ എന്നത് ശരിക്കും നിങ്ങൾക്ക് ആ 7ാം ഭാവത്തിലെ ചില കാര്യങ്ങൾ വളരെയധികം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഒന്ന്, ജീവിത പങ്കാളി, ബിസിനസ് പാർട്ണർ, അതാണൊരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഭാഗം. ശരിക്കും നിങ്ങൾക്കൊരു വിമ്മിഷ്ടം അനുഭവപ്പെടുന്നതായിട്ട് കാണാം റിലേഷൻഷിപ്പിൽ. അതുപോലെ ഉത്തരവാദിത്തങ്ങളിൽ ഒരു പക്ഷേ മാതാവുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് വന്ന് ചേരാനുള്ള ഒരു സമയം കൂടിയാണ്. പിന്നെ ജന്മനാട്ടിൽ തന്നെ ഇരിക്കുന്നവരാണെങ്കിൽ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും മാറി നിൽക്കണം എന്നൊരു തോന്നലും വരാം. പലപ്പോഴും നിങ്ങൾക്ക്, പ്രത്യേകിച്ച് അവിടെ രാഹു കുറച്ചുകൂടി സ്ട്രോങ് ആണ് കുംഭത്തിൽ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് അഷ്ടമത്തിലൂടെ ശനിയൊക്കെ ഗോചരം ചെയ്യുന്നത് കൊണ്ടും ഈ ഒരു സമയത്ത് എൻ്റെ വ്യക്തിത്വം എന്നൊരു കാര്യം, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, എൻ്റെ സൗകര്യം, എൻ്റെ വ്യക്തിത്വം, അതുപോലെ എൻ്റെ കഴിവുകൾ, ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മളെപ്പറ്റി അറിയുന്ന ചില കാര്യങ്ങളുണ്ട്, നമുക്ക് ആത്മവിശ്വാസം തരുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊരു പക്ഷെ പുറമേ ഉള്ളവർ അംഗീകരിച്ചു എന്നും വരില്ല, അവർക്ക് അറിയുന്നും ഉണ്ടാവില്ല. അതായത് നിങ്ങളത് പ്രകടിപ്പിക്കാത്തത് കൊണ്ടും പറയാത്തത് കൊണ്ടും ആ ഉള്ളിലുള്ള ഒരു റിയൽ മീ എന്താണ് എന്നത് ഒരു പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെ അറിയുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ബോധവാനാണ് പല കാര്യങ്ങളും. പക്ഷേ ഇങ്ങനെയുള്ള വ്യക്തിത്വമുള്ള ആൾക്കാർക്ക്, ഒന്നുകൂടി പറയുകയാണെങ്കിൽ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആൾക്കാർ, നിങ്ങൾക്ക് ബോധമുണ്ട് നിങ്ങൾ എന്താണെന്നത്, നിങ്ങളുടെ ആത്മവിശ്വാസം, ഒരുപക്ഷെ നിങ്ങളുടെ ആധ്യാത്മികമായിട്ടുള്ള കഴിവുകളായിരിക്കാം, സിദ്ധികളായിരിക്കാം, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആയിരിക്കാം, നിങ്ങളുടെ എന്താ പറയുക ഏത് ഫീൽഡിലാണ് നിങ്ങൾക്ക് ആ ഒരു എക്സ്പെർട്ടൈസ് ഉള്ളത്, ആ കാര്യം നിങ്ങൾക്കറിയാം. പക്ഷേ ഓപ്പോസിറ്റുള്ള ആൾക്കാർ, ഒരു തരത്തിൽ പറഞ്ഞാൽ പൊള്ളയായിട്ടുള്ള ആൾക്കാർ നിങ്ങളെ ജഡ്ജ് ചെയ്യുമ്പോൾ, നിങ്ങളെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ, നിങ്ങളെ അളക്കാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങളുടെ മൗനം കൊണ്ട് നിങ്ങൾ ഒരുപാട് കാലം പിടിച്ചു നിന്നു, നിങ്ങൾ ഒരുപാട് ഒഴിഞ്ഞു മാറി, അതുപോലെ പലതരത്തിലുള്ള ഇൻസൾട്ടും എന്ന് വിചാരിക്കാം, ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻസൾട്ട് അല്ലെങ്കിൽ അവഗണനകൾ, ജോലി സ്ഥലത്തുള്ള ഓഫീസ് പൊളിറ്റിക്സ്, നിങ്ങൾക്കറിയാം ആരാണ് ഓഫീസ് പൊളിറ്റിക്സ് ചെയ്യുന്നത്, ഇതിൻ്റെ പിന്നിൽ ആരാണ്, എന്താണ് ഇവരുടെ ഉദ്ദേശം, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അതിനെതിരെ പ്രതികരിച്ചില്ല, അതിനെതിരെ ആക്ഷൻ എടുത്തില്ല. കാരണം ഇതൊക്കെ വായുവിലാണ്, എന്ന് വെച്ചാൽ മെറ്റീരിയലൈസ് ചെയ്തിട്ടില്ല. നിങ്ങൾ അറിയുന്നു ഇങ്ങനെയുള്ള പ്ലാനിങ്ങുകൾ നടക്കുന്നുണ്ട്, ഓഫീസ് പൊളിറ്റിക്സ് നടക്കുന്നുണ്ട്, പലതും നിങ്ങൾ അറിയുന്നു, ജീവിത പങ്കാളിയുടെ പെരുമാറ്റം, അവരുടെ രീതികൾ, പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നുണ്ട്. പക്ഷെ അത് പ്രത്യക്ഷത്തിൽ ഒരു വാക്കായിട്ട്, തെളിവായിട്ട്, മെറ്റീരിയലൈസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാത്തത് കൊണ്ട് നിങ്ങളും അതിനെ ആ ലാഘവത്തോടു കൂടി കണ്ടിരുന്നു. ഈ സമയം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ വ്യക്തിത്വം എന്നതിന് പ്രാധാന്യം കൊടുക്കൂ. ഇങ്ങനെ ആൾക്കാരെ നിങ്ങളെ മുതലെടുക്കാനായിട്ട് നിങ്ങൾ അനുവദിക്കരുത്. ഈ ഒരു സ്ഥലം, ഈ ഒരു ലൊക്കേഷൻ, ഈ ഒരു ജോലി, ഇതിൽ നിന്ന് മാറി നിൽക്കൂ, അല്ലെങ്കിൽ ഇത് ഉപേക്ഷിച്ചിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകൂ. ആ ടെൻഡൻസി നിങ്ങളുടെ ഉള്ളിൽ വരുന്നൊരു സമയമാണ്. അത് വളരെ പ്രബലമായിട്ടുണ്ടാകും. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്നും കുറച്ച് ദൂരെ പോകാനുള്ളൊരു മാനസിക അവസ്ഥ തന്നേക്കാം. അതുപോലെ നിങ്ങൾക്ക് ശരിക്കും സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ശരിക്കും തുറന്ന് പറയും. അതായത് എൻ്റെ സ്വാതന്ത്ര്യം കുറിച്ച് സംസാരിക്കും നിങ്ങൾ. എൻ്റെ ഫ്രീഡം എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. ആ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യം, എനിക്ക് സംസാരിക്കാനുള്ള, എൻ്റെ അഭിപ്രായം പറയാനുള്ള ആ ഒരു അധികാരം ഇതെനിക്ക് ഉള്ളതാണ്. ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പേരിൽ ഇങ്ങനെയെല്ലാം സഹിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അതാരായാലും ഇപ്പോൾ അതങ്ങനെ പുറത്തേക്ക് വരുന്ന സമയമാണ്. അപ്പോൾ ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത് 9ാം ഭാവാധിപനും അതുപോലെ 4ാം ഭാവാധിപനുമായിട്ടുള്ള ചൊവ്വയുടെ നക്ഷത്രത്തിലൂടെ രാഹു 7ാം ഭാവത്തിലും പിന്നീട് 6ാം ഭാവത്തിലും വരുമ്പോൾ ഇത് മാതാപിതാക്കളുമായിട്ടുള്ള നിങ്ങളുടെ പ്രാരാബ്ധ കർമ്മത്തെയും കൂടാതെ പ്രോപ്പർട്ടി സംബന്ധിച്ചുള്ള പ്രാരാബ്ധ കർമ്മത്തെയും കാണിക്കുന്നു. മറ്റൊരു കാര്യം, മേലധികാരിയുമായിട്ടും ചില പ്രാരാബ്ധ കർമ്മങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ടൈം പീരീഡ് എന്നത് വളരെ കാർമികമായിരിക്കും. നിങ്ങൾ ഇപ്പോൾ പുതിയതായിട്ടൊരു ജോലി കിട്ടിയിട്ട് ഒരു ഓഫീസിൽ പ്രവേശിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ ഒരു ടൈം പീരീഡ് ജൂൺ മാസം തൊട്ട് നമുക്കതിനെ എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ ജൂൺ കഴിഞ്ഞു എന്നാലും ഞാൻ പറയുകയാണ്, ജൂൺ അവസാനം തൊട്ടാണ് ഈ ഗോചരം നടക്കുന്നത്. പക്ഷെ അതിന് മുന്നേ അതിൻ്റെ ഒരു ഫലം കണ്ടു തുടങ്ങും. അപ്പോൾ ആരാണ് ആ പുതിയതായിട്ടൊരു ഡിപ്പാർട്ട്മെന്റിൽ കയറിയത്, പുതിയ ജോലിയിൽ കയറിയത്, അവിടുത്തെ മേലധികാരി നിങ്ങളുമായിട്ട് കുറച്ച് പ്രാരാബ്ധ ബന്ധമുള്ള ഒരാളായിരിക്കും. അവിടെ ഒരു വെല്ലുവിളിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ജലസി ഇഷ്യൂ ആയിരിക്കാം, അവർക്ക് നിങ്ങളോട് അസൂയായിരിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക ഇങ്ങനെ ബുദ്ധിമുട്ട് തരുന്ന ഒരാളായിരിക്കാം. അതായത് അല്ലെങ്കിൽ ഒരുപാട് നിങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന പല കാര്യങ്ങളും, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങളും നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ അതിൽ ഒരു റോൾ നിങ്ങൾക്കും ഉണ്ടാകും. എന്തെങ്കിലും ഒരുപക്ഷെ ഒരു പ്രായമായിട്ടുള്ള ആളായിരിക്കാം, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. ആ ഒരു പ്രാരാബ്ധ കർമ്മമുള്ള ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഓഫീസിലും
അതിപ്പോൾ ഞാനത് 9ാം ഭാവമായതുകൊണ്ട് 9ാം ഭാവാധിപനായതുകൊണ്ട് മേലധികാരി എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ അത് ഏത് തരത്തിലും വരാം. ശനിയുടെ രാശിയിലേക്ക് മകരത്തിലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിലുള്ള മറ്റ് കൊലീഗ്സും ആവാം. അതായത് വളരെ കാർമിക് ആയിട്ടുള്ള ഒരു പീരീഡിലേക്കാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് പ്രാരാബ്ധ ബന്ധമുള്ള ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യുന്നൊരു സമയമായിരിക്കും. അതൊരു ക്ലോഷറും ആയിരിക്കും. ഒന്ന് അവസാനിക്കാൻ പോവാണ്. അത് ശരിക്കും പറഞ്ഞാൽ രാഹു മകരത്തിൽ 1.5 വർഷം ഉണ്ടാകും. ഏകദേശം നമുക്ക് ഡിസംബർ തൊട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1.5 വർഷം മകരത്തിലുണ്ട്. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് മുഴുവൻ നിങ്ങളിത് മനസ്സിൽ കണ്ടുകൊള്ളുക. എൻ്റെ കുറച്ച് റോളുകളുണ്ട് ജീവിതത്തിൽ, അത് ചെയ്തു തീർക്കേണ്ട സമയമാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് ലൈറ്റായിട്ട് എടുത്തിട്ട് അതങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ ഞാനും മനസ്സുകൊണ്ട് റെഡിയാണ്. അതിൽ ഞാൻ എൻ്റെ ഈഗോ കാണിക്കില്ല. അതുപോലെ ഞാനിതൊരു വലിയ വിഷമം വിചാരിക്കില്ല. അപ്പോൾ ഒരു നഷ്ടം ലാഭം എന്നത് അവിടെ നമ്മൾ നോക്കരുത്. അപ്പോൾ ഇത് തന്നെ 4ാം ഭാവാധിപൻ കൂടിയാണ് ചൊവ്വ, പ്രത്യേകിച്ച് വൃശ്ചികം. ആ ചൊവ്വയുടെ നക്ഷത്രമാണ് അവിട്ടം. ഇത് നിങ്ങൾക്ക് അമ്മയിൽ നിന്ന് ലാഭം തരാൻ സാധ്യതയുണ്ട്. പ്രോപ്പർട്ടി തുടങ്ങിയ കാര്യങ്ങളിൽ ലാഭം തരാൻ, അല്ലെങ്കിൽ മാതൃവീട്ടുകാരുടെ അവരുടെ ഭാഗത്തുനിന്ന് ലാഭം തരാനും സാധ്യതയുണ്ട്. പിന്നെ ഇതെല്ലാം നിങ്ങളുടെ ദശാന്തർദശാകാലങ്ങൾ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ അവസ്ഥയ്ക്കനുസരിച്ചിട്ടാണ്. ഓരോ വ്യക്തിയും ഇന്ന സമയത്ത്, ഈ പെർട്ടിക്കുലർ സമയത്ത് എന്ത് മുൻജന്മ കർമ്മഫലമാണ് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ളത്, അത് നമ്മുടെ ആ ദശാന്തർദശകൾ തീരുമാനിക്കുന്നു. അതുമായിട്ട് ഈ ഗോചരത്തിലെ ഗ്രഹങ്ങൾക്ക് എങ്ങനെയാണ് അവസ്ഥ വരുന്നത്, എങ്ങനെയാണ് അത് മാച്ച് ആവുന്നത്, അതിന്റെ ഫലമാണ് നമുക്ക് അനുഭവ യോഗ്യമാകുന്നത്. അപ്പോൾ എല്ലാവർക്കും ലഭിക്കില്ല. ചിലർക്കത് വലിയ പ്രശ്നങ്ങളും സൃഷ്ടിച്ചേക്കാം. പ്രോപ്പർട്ടി തർക്കങ്ങൾ വന്നേക്കാം കാരണവരുമായിട്ട്. കാരണം 6ാം ഭാവത്തിലേക്ക് രാഹു നവംബർ തൊട്ട് 6ാം ഭാവത്തിലെ അവിട്ടത്തിൽ പ്രവേശിക്കുമ്പോൾ കാരണവന്മാരുമായിട്ട് മാതൃ വീട്ടിലെ സ്വത്ത് സംബന്ധിച്ചുള്ള തർക്കത്തിലും പെട്ടേക്കാം. അത് നിങ്ങളുടെ മകരത്തിലും കുംഭത്തിലും ഇരിക്കുന്ന ഗ്രഹങ്ങൾ, അവിടേക്കുള്ള ഗ്രഹങ്ങളുടെ ദൃഷ്ടി, ദശാനാഥനുമായിട്ട് അവർക്കും ഈ രാഹുവിനും ശനിക്കും ഒക്കെയുള്ള ബന്ധം എന്താണ്, വൃശ്ചികത്തിലിരിക്കുന്ന ഗ്രഹങ്ങൾ, മേടത്തിലിരിക്കുന്ന ഗ്രഹങ്ങൾ, ഇതിനൊക്കെ അനുസരിച്ചിട്ടും കൂടിയായിരിക്കും. അപ്പം നമ്മുടെ ജാതകത്തിന് എന്ന് വെച്ചാൽ നമ്മുടെ കർമ്മഫലത്തിന് ഒരു വലിയ റോളുണ്ട്. പക്ഷെ ഗോചരത്തിൽ ഈ ഫലങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ അമ്മയുമായിട്ടുള്ള വലിയൊരു പ്രാരാബ്ധ കർമ്മം ഇവിടെ നിങ്ങൾക്ക് വന്നു ചേർന്നേക്കാം. അപ്പം അത് കടന്നു പോകേണ്ടുന്നൊരു സമയമാണ്. അപ്പം ഇവിടെ വലിയ കോൺഫ്ലിക്റ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ശനി അഷ്ടമത്തിലും കൂടി ഗോചരം ചെയ്യുന്നത് കൊണ്ട് മകരരാശിയുടെ അധിപനും കുംഭത്തിന്റെ അധിപനുമായിട്ട്, പിന്നെ അവിട്ടം നക്ഷത്രമാണ്. അപ്പോൾ ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് രാഹു പ്രശ്നങ്ങൾ തരില്ല. ഇവിടെ വളരെ സാധ്യത കുറവാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് പരിഹരിക്കാനുള്ള ഒരു സാഹചര്യം രാഹു തന്നേക്കാം. അതിനുള്ള ഐഡിയാസ് തന്നേക്കാം. രാഹു ഐഡിയ തരുന്ന ആളാണ്. നിങ്ങൾക്ക് വലിയ കടം അല്ലെങ്കിൽ വലിയ ബാധ്യത ഉള്ള ഒരാളായിരുന്നു നിങ്ങളെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള ഐഡിയ വരാൻ സാധ്യതയുണ്ട്. അതെന്തുമായിക്കോട്ടെ. ചിലപ്പോൾ ഇന്ന പ്രോപ്പർട്ടിയൊക്കെ വിറ്റിട്ട് ഇന്നെടുത്ത് ഇന്ന രീതിയിൽ നമുക്ക് ജീവിച്ചു തുടങ്ങിയാൽ ആ പ്രശ്നം അങ്ങോട്ട് തീരുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പൊ എന്താണ് ഒരു വലിയ കടം, അത് തീരാനുള്ള ഒരു ഐഡിയ രാഹു തരും. തീരും എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു ഓരോരുത്തരുടെയും ഏത് മുൻജന്മ കർമ്മ ഫലമാണ് ആ വ്യക്തി അപ്പോൾ അനുഭവിക്കേണ്ടത് എന്നത് അവരുടെ ദശ, അന്തർദശ, പ്രത്യന്തർദശ, അങ്ങനെ സബ് ദശകളും ഇതൊക്കെയാണ് തീരുമാനിക്കുന്നത് ജാതകത്തിലെ ഗ്രഹങ്ങൾ. പക്ഷെ ഇവിടെ രാഹു ഒരുപാട് ഐഡിയാസ് തരുന്ന ഒരാളായതുകൊണ്ട് ഇത് വരാൻ സാധ്യതയുണ്ട്. ഈ ഐഡിയ വരുന്നത് നിങ്ങളുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിൽ അത് നല്ലതായിരിക്കും. പക്ഷെ പുറമേ നിന്നുള്ള ആൾക്കാരുടെ അഭിപ്രായം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ ഒരു 4ാം ഭാവം 9ാം ഭാവം, ആ ഭാവത്തിന്റെ അധിപൻ ചൊവ്വയായതുകൊണ്ട് ഇത് വീട്ടുകാരുടെ അഭിപ്രായം എടുക്കുന്നതാണ് നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കൊണ്ടുതരുന്നത്. അത് എത്ര നിങ്ങൾക്ക് മനസ്സുകൊണ്ട് പിടിച്ചില്ലെങ്കിലും അതിൽ നിങ്ങൾക്കൊരു എന്താ പറയുക, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ അതിലൊരു എന്താ പറയുക നന്മ തരാൻ കഴിയും. അത് നിങ്ങളെ അങ്ങനെ അബദ്ധത്തിൽ ചാടിക്കില്ല. പക്ഷെ പുറമേ ഉള്ള ആൾക്കാരുടെ അഭിപ്രായം, അതായത് എത്ര വലിയ നിങ്ങൾ വിദഗ്ധനാണ് വിദേശി എന്ന് വിചാരിച്ചല്ലോ, കാരണം രാഹു വിദേശികളെയും മറ്റു കൾച്ചറിലുള്ള ആൾക്കാരെയും കാണിക്കുന്നു. അതുകൊണ്ട് അവരുടെ അഭിപ്രായം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. റിലേഷൻഷിപ്പിൽ പലപ്പോഴും നിങ്ങൾ അതിൽ നിന്ന് എനിക്കൊരു ഒളിച്ചോടണം എന്നുള്ളൊരു ഫീലിംഗ് വന്നേക്കാം. എനിക്ക് വിമിഷ്ടമാണ് ഇവിടെ, ആ ഒരു നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ഇത് തോന്നൽ വന്നിട്ട് ഇത് നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും ഉണ്ടാവാനുള്ള സാധ്യത തരുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ വരും. പ്രത്യേകിച്ച് മാതാവ്, പിതാവ്, ജീവിത പങ്കാളി, ആ ഒരു ഫ്രസ്ട്രേഷൻ വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ആധ്യാത്മിക മാർഗങ്ങൾ തന്നെയാണ് മനസ്സമാധാനത്തിന് നമ്മൾ സ്വീകരിക്കേണ്ടത്. നാമജപങ്ങളും ക്ഷേത്ര സന്ദർശനങ്ങളും, മഹാദേവനെ ആരാധിക്കുക, മഹാദേവന് ജലധാര, ജലാഭിഷേകമൊക്കെ ചെയ്യുക, മനസ്സമാധാനത്തിനായിട്ട് ശ്രമിക്കുക, പരമാവധി നാമജപങ്ങൾ ചെയ്യുക എന്നാണ്. രാഹു 6ാം ഭാവത്തിലെ അവിട്ടത്തിലേക്ക് പോകുമ്പോൾ, മകരത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കത് കരിയറിനെ സംബന്ധിച്ചിട്ട് വളരെ നല്ല സമയമായിരിക്കും. അതായത് ഒരു ജോലി സ്ഥിരത വരുന്ന സമയമായിരിക്കും. ഇപ്പോൾ പ്രൊബേഷൻ പീരീഡിൽ കഴിയുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ ഒരു ജോലിയിൽ നിങ്ങളൊരു സ്ഥിരത ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഒരു സ്ഥിരതയെ കാണിക്കുന്ന ഒരു പ്രോമിസ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് വരുന്നതായിരിക്കും നിങ്ങൾ. അതുകൊണ്ട് ഈ ഒരു സമയത്ത് കിട്ടുന്ന ജോലികളും എല്ലാം സ്ഥിരത തരുന്നതായിരിക്കും. പൊതുവെ മകരത്തിലേക്ക് പോകുമ്പോഴാണ് നമുക്ക്
എന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് കിട്ടി എന്ന് പറയാൻ കഴിയുന്നത്. കുംഭത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം നമുക്കതൊരു സ്വപ്നങ്ങളിലാണ്, അല്ലെങ്കിൽ ഏത് സമയത്ത് നഷ്ടപ്പെട്ടേക്കാം, ആവിയായി പോയേക്കാം. എല്ലാം അങ്ങനെയാണ്. അവിടെ റിലേഷൻഷിപ്പ് ആണ് എന്താണെങ്കിലും അവിടെ ഒരു ഇല്യൂഷൻ ഉണ്ട് രാഹു അവിടെ നിൽക്കുമ്പോൾ. പക്ഷെ മകരത്തിലേക്ക് രാഹു വരുമ്പോൾ അങ്ങനെയല്ല, അത് മെറ്റീരിയലൈസ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള അധ്വാനം അതെല്ലാം നിങ്ങൾ ചെയ്തതാണ്. അധ്വാനം, നിങ്ങൾ ചെയ്ത പ്ലാനിങ്, നിങ്ങളുടെ ആ എന്തൊക്കെ സ്ട്രാറ്റജി നിങ്ങൾ കമ്പനിക്ക് വേണ്ടി ചെയ്തു, എന്തൊക്കെ ഹാർഡ് വർക്ക് ചെയ്തു, അത് മെറ്റീരിയലൈസ് ചെയ്യാൻ വേണ്ടി രാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ബിസിനസ്സിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങളുടെ എന്താ പറയുക, പാർട്ട്ണറിന്റെ ഭാഗത്ത് നിന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇൻസൾട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അപ്രിയമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും, ബിസിനസ് പാർട്ട്ണറിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും നിങ്ങൾക്കൊരു കാര്യം മെറ്റീരിയലൈസ് ചെയ്യണമെങ്കിൽ രാഹു ഈ മകരത്തിലേക്ക് പോകുമ്പോഴാണ് തരുന്നത്. അവിടെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ സാമർഥ്യം കൊണ്ടായിരിക്കും നിങ്ങൾ അവിടെ പിടിച്ചു നിൽക്കുന്നതും. അതായത് ഓപ്പോസിറ്റുള്ള ആൾ എത്ര ബലവാനാണ്, എങ്ങനെയാണെങ്കിലും ഇവിടെ ആ ചിങ്ങം ലഗ്നക്കാരൻ്റെ, ചിങ്ങം രാശിക്കാരൻ്റെ ആ ഒരു റിയൽ ലയൺ എന്ന ഒരു സ്വരൂപം എന്ന് പറയാം, ആ ഒരു കാര്യം പുറത്തേക്ക് വരുന്നതായിരിക്കും. അതായത് സിംഹം ഏകദേശം അങ്ങനെ ചടഞ്ഞുകൂടി മടിയനായിട്ട് കിടക്കുന്ന ഒരു മൃഗമാണ്. രാജാവാണെങ്കിലും അദ്ദേഹം മടിയനായിട്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് ആ ഇരയെ പിടിക്കേണ്ട സമയമാകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവം പുറത്തേക്ക് കാണിക്കുന്നത്. പിന്നെ അത് എങ്ങനെയും ഫോളോ ചെയ്ത് ആ ലക്ഷ്യം കണ്ടിരിക്കും. അപ്പം അതുപോലെയാണ് ചിങ്ങം ലഗ്നം, ചിങ്ങം രാശിക്കാർ. അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ ആ ഒരു കരിയറിലും റിലേഷൻഷിപ്പിലും എന്താണ് നിങ്ങൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കി. ഇതുവരെ നിങ്ങൾ മടിയനായ സിംഹത്തെ പോലെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇനി നിങ്ങൾ അത് എങ്ങനെയാണ് മെറ്റീരിയലൈസ് ചെയ്യേണ്ടത്, ശരിക്കും ഒരുപാട് പ്ലാനിങ് ചെയ്യുന്ന ആൾക്കാരാണ് ചിങ്ങം ലഗ്നം, ചിങ്ങം രാശിക്കാർ. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ നല്ല ലീഡർഷിപ്പിൽ എത്താൻ കഴിയുന്നതും. അപ്പോൾ ഇനി നിങ്ങളത് മെറ്റീരിയലൈസ് ചെയ്യാനുള്ള ഒരു സിംഹത്തെ പോലെ കുതിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്കൊരു ഫ്രസ്ട്രേഷൻ കൊണ്ടുതരും. തീർച്ചയായിട്ടും ഇതേ സമയത്ത് കരിയറിൽ നിങ്ങൾ ഈ സിംഹത്തെ പോലെ ചാടി തുടങ്ങുമ്പോൾ തന്നെയായിരിക്കും മാതാവിൻ്റെ ഉത്തരവാദിത്വം, പിതാവിൻ്റെ ഉത്തരവാദിത്വം ഒക്കെ വരുന്നതും, നിങ്ങൾക്ക് വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യാൻ പറ്റാതെ വരുന്നതും, ജീവിത പങ്കാളിയുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വരുന്നതും, പ്രോപ്പർട്ടി തർക്കങ്ങൾ വരുന്നതും. അപ്പോൾ ഇതൊക്കെയുണ്ട്. പിന്നെ 6ാം ഭാവത്തിൽ രോഗം, ശത്രു, കടം എന്നൊരു കാര്യവുമുണ്ട്. അവിടെ ഓഫീസ് പൊളിറ്റിക്സ് വരാം, നേരത്തെ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അത് വന്നേക്കാം. അതായത് പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അവിടെയാണ് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ഒരു ചിങ്ങത്തിൻ്റെ ആ ഒരു ഗുണം കാണിക്കേണ്ടത്. ഇപ്പോൾ രാജാവിന് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നത്, അതിന് ആദ്യം വേണ്ടത് മനസ്സമാധാനമാണ്. മനസ്സമാധാനം. മറ്റൊന്ന്, അതിനേക്കാളും അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ഒരു ഇഷ്ടദൈവം ഉണ്ടാവുക. എനിക്കായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കലും പൊസിഷനിൽ നിന്ന് വീഴില്ല, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കടക്കാരനാവില്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് കഴിവുകളുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് നെഗറ്റീവ് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ലായിരുന്നു. പക്ഷെ എന്നെ താങ്ങി നിർത്തുന്ന ഒരു ശക്തി, അത് ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ ഇഷ്ടദൈവം, ആ ഒരു ശക്തി അതുണ്ട്. അപ്പോൾ ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ആ ശക്തിയാണ്, ആ ഇഷ്ടദൈവത്തെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബലത്തിൽ, ആ ഇഷ്ടദൈവത്തിൻ്റെ കൃപയിൽ, ആ ഇഷ്ടദൈവത്തിൻ്റെ ബലത്തിൽ എനിക്ക് എന്തും പ്രവർത്തിക്കാൻ കഴിയും. എൻ്റെ വിശ്വാസം അവിടെയാണ്, എന്നിലല്ല, എൻ്റെ കഴിവിലല്ല. എന്നുള്ളിലെ കഴിവെന്താണ്? അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സ്വരൂപമാണ്. എനിക്ക് ശക്തിയുള്ളത് എന്താണ്? ദേവിയാണ് എൻ്റെ ശക്തി എന്നത്. അപ്പോൾ എൻ്റെ കഴിവെന്നതും അവർ തന്നെയാണ്, ഇഷ്ടദൈവം തന്നെയാണ്, അത് ആരായാലും. അപ്പോൾ നമുക്ക് ആ ഒരു ചിങ്ങത്തിൻ്റെതായിട്ടുള്ള ഒരു ഈഗോ വരില്ല, ഈ ഒരു ശരീരത്തിൻ്റെ ഈഗോ വരില്ല. നമുക്ക് ആ ഒരു ബഹുമാനം, ആ ഒരു ഇഷ്ടം, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് വരുന്നത്, നന്ദിയാണ് വരുന്നത് നമ്മുടെ ഇഷ്ടദൈവത്തോട്. കാരണം ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു നന്ദിയാണ് വരുന്നത്. അപ്പോൾ ആ ഭാവം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാഹുവിനെ എന്നല്ല ആരെയും മാനേജ് ചെയ്യാൻ പറ്റും. കാരണം ഇവരൊക്കെ ഈ നമ്മുടെ ഇഷ്ടദൈവത്തിൻ്റെ അധീനതയിലാണ് എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞു വരും. അത് നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട. അപ്പോൾ ആ ഒരു ഇഷ്ടദൈവത്തിൻ്റെ സ്മരണ ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പോൾ മകരത്തിലേക്ക് രാഹു വരുമ്പോൾ ജോലിക്കായിട്ട് പ്രയത്നിക്കുന്ന കുട്ടികളാണെങ്കിൽ മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ എന്താ പറയുക, അത് വിജയിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് അധ്വാനിക്കുന്ന കുട്ടികളാണെങ്കിൽ, അതുപോലെ പ്രൊമോഷന് വേണ്ടി പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ എല്ലാവർക്കും നല്ല സമയമാണ്. ആ ഒബ്സഷൻ കൊണ്ടുതരും. ഇതെനിക്ക് ഇത്തവണ നേടിയെടുക്കണം എന്നുള്ള ഒരു ഒബ്സഷൻ കൊണ്ടു തന്നിട്ട് അത് കിട്ടാനുള്ള സാധ്യത ഗോചരത്തിലുണ്ട്. നിങ്ങളുടെ ജാതകത്തിൽ ദശാകാലങ്ങൾ സപ്പോർട്ടാണോ എന്നതിനനുസരിച്ചിട്ടാണ് പൂർണ്ണമായിട്ടും ഫലം വരുന്നത്. ഇത് ഏത് കോഴ്സിന്റെ അഡ്മിഷൻ ആണെങ്കിലും മറ്റേത് മത്സര പരീക്ഷകൾക്കും ഇവിടെ ഗോചരത്തിൽ സാഹചര്യം വരുന്നുണ്ട്. നിങ്ങളുടെ ദശാകാലങ്ങൾ അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും മത്സര പരീക്ഷകൾ, ഉന്നത വിദ്യാഭ്യാസമായിട്ടുള്ള അതിനൊക്കെയും സാധ്യത തരുന്ന ഒരു ഗോചരമാണ്. രാഹു ഇവിടെ ഓഫീസ് പൊളിറ്റിക്സ് തരും. മകരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ എന്താ പറയുക, എൻ്റെ കൂട്ടുകാരനാണ് എന്ന് വിചാരിച്ച ഒരാൾ, അല്ലെങ്കിൽ എൻ്റെ മേലധികാരി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു, എനിക്ക് എന്താ പറയുക പല ഒഴിവുകളും തരുന്നു, എന്നെ വലിയ ഇഷ്ടമാണ്, ഇങ്ങനെ വിചാരിച്ച ആൾക്കാരൊക്കെ പിന്നിൽ നിന്ന് നിങ്ങളെ കുത്തുന്നതായിട്ടും, നിങ്ങളുടെ ഡൗൺഫോളിന് അല്ലെങ്കിൽ നിങ്ങളെ ജോലിയിൽ നിന്ന് പുറത്താക്കുന്നതിന്, നിങ്ങൾക്ക് പ്രൊമോഷൻ ഇൻക്രിമെൻറ്റ് തരാതിരുന്നതിനും ഒക്കെ കാരണക്കാർ ഇവരൊക്കെ തന്നെയാണെന്ന് നിങ്ങൾക്ക് ഒരു ശരിക്കും വെളിച്ചത്തേക്ക് വരും.
എന്തുകൊണ്ട് ഇന്നത് സംഭവിച്ചു നിങ്ങൾക്ക്? ചിലപ്പോൾ നിങ്ങൾ ഒരു കമ്പനിയിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ പുറത്താക്കിയിട്ടുണ്ടാകാം. പക്ഷെ അതിന്റെ കാരണം നിങ്ങൾക്ക് പിടിയിട്ടില്ല. രാഹു ഇവിടെ വരുമ്പോൾ നിങ്ങൾക്കത് അറിയാൻ കഴിയും, നിങ്ങളുടെ കൊലീഗ്സ് വഴിയൊക്കെ ഇന്ന കാരണങ്ങളാണ് ഇന്ന വ്യക്തിയിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, അവരെ ഞാൻ അമ്മയെ പോലെ കണ്ടിരുന്നു, അവരെ ഞാൻ അച്ഛനെ പോലെ കണ്ടിരുന്നു, എന്നോടും അങ്ങനെ ആയിരുന്നു, പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ അങ്ങനെയാണ് രാഹുവിന്റെ സ്വഭാവം. അപ്പോൾ നമുക്ക് ആ മായയിൽ ഉണ്ടാകുമ്പോൾ നമുക്കത് പിക്ചർ ക്ലിയർ ആവില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ആ സമയത്ത് വില കൽപ്പിച്ചിട്ടുണ്ടാകും, നിങ്ങളെ ഒരുപാട് പ്രശംസിച്ചിട്ടുണ്ടാകും. അപ്പം അതിൽ നമ്മൾ വീണുപോയി. അത് മായയാണ്, നമ്മൾ മനസ്സിലാക്കിയില്ല. അതാണ് പറയുന്നത്, നമ്മുടെ ഇഷ്ടദൈവത്തിന്റെ ഒരു കൃപയുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സ് മുഴുവനും നാമജപങ്ങളാണെങ്കിൽ, അതായത് മനസ്സിൽ ഭഗവാന്റെ ചിന്തകളാണെങ്കിൽ, നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ ചിന്തകളാണെങ്കിൽ, നിങ്ങൾ സ്ഥിരമായി നാമജപിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ചില ഉത്തരങ്ങൾ കിട്ടിയേക്കാം ചില കാര്യങ്ങൾക്ക്. പക്ഷെ പ്രാരാബ്ധം തീർച്ചയായിട്ടും നമ്മൾ അനുഭവിക്കേണ്ടത് തന്നെയാണ്. എന്നാലും നമ്മളെ താങ്ങി നിർത്താൻ ഭഗവാൻ ഉണ്ടാകും. ഒരുപാട് നമുക്ക് ദുഃഖങ്ങൾ വരില്ല. അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജ്ഞാനമില്ലാതിരിക്കുമ്പോഴാണ് ദുഃഖം വരുന്നത്. എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ പറ്റി, എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ള ചിന്ത വരുന്ന എപ്പോഴാണ്? നമുക്ക് അറിവില്ലാതിരിക്കുമ്പോഴാണ്. അറിവ് വന്നു കഴിഞ്ഞാൽ, ഇത് എപ്പോഴോ ഏതോ ഒരു ജന്മത്തിൽ ഞാൻ ഇങ്ങനെ ഇവരോട് ചെയ്തിട്ടുണ്ട്, അപ്പൊ അതിന്റെ ഒരു ഫലമാണ്. അപ്പൊ ഇത്ര കാലം ഞാൻ എൻജോയ് ചെയ്തതും എന്റെ കർമ്മഫലം തന്നെയായിരുന്നു, അപ്പൊ ഇതും എന്റെ കർമ്മഫലമാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ആക്സെപ്റ്റൻസ് വരും. അപ്പൊ ഇവിടെ രാഹു ചിങ്ങം ലഗ്നം, ചിങ്ങം രാശിക്കാർക്ക് കരിയറിൽ നല്ല ഗ്രോത്തും മത്സര പരീക്ഷകളിൽ വിജയവും ഒക്കെ കൊണ്ടുതരുന്നുണ്ട്. നിങ്ങൾക്ക് ഓഫീസ് പൊളിറ്റിക്സ് മാനേജ് ചെയ്യാൻ കഴിയുന്നതുമായിരിക്കും. രാഹു അങ്ങനത്തെ ഒരു ഗ്രഹം തന്നെയാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ കുറച്ചുകൂടി കണ്ണും കാതും തുറന്നിരിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ സ്ട്രാറ്റജീസ് നിങ്ങളുടെ പ്ലാനുകൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക. വർക്ക് ലൈഫ് ബാലൻസിന് വളരെ ബുദ്ധിമുട്ടും. ഇവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ നേരത്തെ തന്നെ ഒന്നാമത് സമ്മർദ്ദം, ബ്ലഡ് പ്രഷർ കാര്യങ്ങൾ, അതുപോലെ ബോൺസിനെ ബാധിക്കുന്ന, അതുപോലെ മറ്റു വായുജന്യ രോഗങ്ങളാണെങ്കിലും, വാത രോഗങ്ങളാണെങ്കിലും, അതുപോലെ അസ്ഥികളെ ബാധിക്കുന്ന, ബോൺസിനെ ബാധിക്കുന്ന രോഗങ്ങളാണെങ്കിലും, ഉദര സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും, ശരിക്കും മൊത്തത്തിൽ ആരോഗ്യം എന്നത്, പ്രത്യേകിച്ച് 4ഉം 9ഉം ഭാവാധിപനാണ് ചൊവ്വ വൃശ്ചികത്തിന്റെ കൂടി അധിപനാണ്. പിന്നീട് അതായത് നവംബർ അവസാനം വരെയും ഇത് കുംഭത്തിലും ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ നമുക്ക് ആ കിഡ്നിയുടേതാണെങ്കിലും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. അപ്പൊ നിങ്ങൾക്ക് ചിങ്ങം ലഗ്നക്കാരന് 6ാം ഭാവാധിപന്റെ ദശയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഇരിക്കുന്നില്ലെങ്കിൽ ഒക്കെ കുറച്ച് അധികം വെല്ലുവിളി തരും, കുറച്ചധികം പ്രശ്നങ്ങൾ തരും. അതുകൊണ്ട് തന്നെ ആശുപത്രി ചിലവുകളെയും അത് വർദ്ധിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഓരോ ദശാകാലങ്ങൾക്കനുസരിച്ചാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ വ്യക്തിത്വം എന്ന കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ഫോക്കസ്ഡ് ആവുന്നതാണ് ഇവിടെ. അതായത് ആരുടെ മുന്നിലും ഞാൻ എൻ്റെ വ്യക്തിത്വം അടിയറവ് പറയില്ല എന്നൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ ബലത്തിലായിരിക്കണം ആ തീരുമാനങ്ങൾ എടുക്കുന്നത്, അല്ലാതെ ഈ ശരീരബോധത്തിലായിരിക്കരുത്. എപ്പോഴും അത് ഓർക്കണം. അത് നമ്മുടെ ഇതിന്റെ പേരിലായിരിക്കില്ല, ശരീരം നഷ്ടമാവുന്നതാണ്. അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നതാണ്, അതിന് എന്താ പറയുക, ആ പേര് വരെ ആരും വിളിക്കില്ല. ബോഡി വന്നോ, ബോഡി കൊണ്ടുപോയോ, ശരീരമായിട്ടേ കാണുന്നുള്ളൂ. അപ്പൊ അതിനുള്ള ശക്തി പോയിരിക്കുന്നു, അതിന്റെ ഉള്ളിലെ ഈശ്വര തത്വം പോയിരിക്കുന്നു. അപ്പൊ അതുവരെ കിട്ടിയിരിക്കുന്ന ബഹുമാനവും പദവിയും എല്ലാം ആ ശക്തിയുടേതായിരുന്നു, നമ്മുടേതായിരുന്നില്ല. ശരീരം അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ശക്തിയെ നമ്മൾ ഇപ്പോഴേ തിരിച്ചറിയുക. എൻ്റെ ഉള്ളിൽ അത് എൻ്റെ ഇഷ്ടദൈവമായിട്ട് കണ്ടാൽ മതി. ആരാണ് നിങ്ങളുടെ ഇഷ്ടദൈവം? ആ ഇഷ്ടദൈവമായിട്ട് കണ്ടാൽ മതി. എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹൃദയത്തെ മറക്കാതിരിക്കുക. ആ ഹൃദയത്തിൽ എപ്പോഴും നമ്മുടെ ഒരു ഫോക്കസ് ഉണ്ടായിരിക്കണം. ആ ആളിന്റെ ബലത്തിൽ, അതൊരു ഗുരുതത്വമായിരിക്കാം. നിങ്ങളുടെ ഗുരുവിനെ ആയിരിക്കാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. നിങ്ങൾ എപ്പോഴും ആരാധിക്കുന്ന ആ ഒരു ദേവിയെ, ദേവനെ ആയിരിക്കാം. ആ ഒരു ഈശ്വര തത്വത്തെ, ദൈവത്തെ എപ്പോഴും വിളിച്ച് പ്രാർത്ഥിക്കുക. അത് കാര്യങ്ങൾ ആവശ്യപ്പെടുകയല്ല വേണ്ടത്, നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഈ ശരീരം ഇങ്ങനെ ചലിക്കുന്നുണ്ടല്ലോ, അപ്പൊ ആ ശക്തിയാണെല്ലാം. അത് പോയി കഴിഞ്ഞ് ഉടനെ നമ്മൾ ബോഡിയായി മാറിയിരിക്കുന്നു, വെറും ബോഡി, ഡെഡ് ബോഡി. പിന്നെ എല്ലാം അങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതും. അതുകൊണ്ട് ആ തത്വം എത്ര നേരത്തെ നമുക്ക് ഈ തത്വം മനസ്സിലാവുന്നു, അത്രയും ഈസിയാണ് നമ്മുടെ ലൈഫ്. അത്രയും നിങ്ങളുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി മെച്ചപ്പെടും. നിങ്ങൾക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി മെച്ചപ്പെടും. നിങ്ങൾക്ക് എന്താ പറയാ, ആൾക്കാർ എന്ത് പറയുന്നു, ശരിക്കും ഈ രാഹു 7ാം ഭാവത്തിൽ ഗോചരം ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഈ നവംബർ അവസാനം വരെയും, നിങ്ങൾക്ക് ആൾക്കാർ എന്ത് പറയുന്നു എന്നതിനെ പറ്റി ചെറിയൊരു ബോധമുണ്ട്. നിങ്ങൾ അതിനെപ്പറ്റി കുറച്ച് കോൺഷ്യസ് ആണ്. അതായത് എനിക്കങ്ങനെ മോശം പേര് വരണ്ട, ആൾക്കാർ എന്നെ മോശം ആളായിട്ട് കാണണ്ട, മീനിങ് എന്നെ പറ്റി നല്ല അഭിപ്രായം പറയണമെന്നത്. മകരത്തിലേക്ക് പോകുമ്പോൾ അതൊക്കെ മാറും. ആരെന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, എന്തും സംസാരിച്ചോട്ടെ, എനിക്കൊരു വ്യക്തിത്വമുണ്ട്, അത് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ മാറ്റാൻ തയ്യാറല്ല. ആ ഒരു ലെവലിൽ എത്തിയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ 12 രാശികളിലും ചിങ്ങത്തിന് വലിയ പ്രാധാന്യമാണ്. 5ാമത്തെ രാശിയായിട്ടുള്ളൂ, എന്നാലും ചിങ്ങത്തിന് വലിയ പ്രാധാന്യമാണ്. കാരണം രാജാവ് അവിടെയാണുള്ളത്. സൂര്യന്റെ രാശിയാണ്. ഈ സൂര്യനാണ് നാച്ചുറൽ സോഡിയാക്കിലെ ആത്മകാരക ഗ്രഹം. ഇദ്ദേഹത്തിൽ നിന്നാണ് എല്ലാ വെളിച്ചവും എല്ലാ വിദ്യയും ഉള്ളത്. ഓരോ അധികാരിയുടെ ജാതകത്തിലും ഇദ്ദേഹം ഉള്ളത് കൊണ്ടാണ് അവർ തിളങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതും രാവിലെ നേരത്തെ എണീക്കേണ്ടതും സൂര്യനെ തന്നെയാണ്. നിങ്ങളുടെ ഇഷ്ടദൈവത്തെ ആ സൂര്യനിൽ കാണണം. നിങ്ങൾക്ക് ഭഗവതിയാണ് ഇഷ്ടമെങ്കിൽ ആ സൂര്യനാരായണനിൽ നിങ്ങൾ ഭഗവതിയായിട്ട് കാണുക. ശക്തിയാണ് ജ്വലിക്കുന്നത്, ദേവിയാണ് ജ്വലിക്കുന്നത്, അങ്ങനെ കണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ്
ഇഷ്ടദൈവമെങ്കിൽ സൂര്യൻ നാരായണനായിട്ട് കാണുക. മഹാദേവനെ ആണെങ്കിൽ മഹാദേവനെ സൂര്യനിൽ കാണുക. പ്രത്യക്ഷ ദൈവമായിട്ട് ഏത് ദേവതയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ആ ദേവത പ്രത്യക്ഷത്തിൽ ദേ രാവിലെ വന്ന് നിൽക്കുന്നു. ആ ഒരു രീതിയിൽ നിങ്ങൾ കാണുക, അങ്ങനെ ആരാധിക്കുക. ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന ഒരു പരിഹാരവുമാണിത്. അപ്പോൾ ഇതൊക്കെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ. അറിവിന് വേണ്ടി കൂടിയാണ്. പല ആൾക്കാരും ജ്യോതിഷം പഠിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അവരെല്ലാ ഗോചര വീഡിയോസും കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി കൂടിയാണ് കുറച്ചുകൂടി പറഞ്ഞു തന്നത്. മറ്റുള്ളവർക്ക് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടതിന് കേട്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.